നല്ല നാടൻ സ്റ്റൈലില് അരച്ചെടുത്ത ഹൈ പ്രോട്ടീൻ സോയ ചമ്മന്തി. കുട്ടികളെയൊക്കെ സോയ കഴിപ്പിക്കണമെങ്കിൽ ഇതും ഒരു വഴിയാണ് കേട്ടോ. തേങ്ങ ഒട്ടും ഉപയോഗിച്ചിട്ടില്ലാത്ത ഈ ചമ്മന്തി ഫ്രിഡ്ജിലാണെങ്കിൽ 2 ആഴ്ച വരെ ഇരിക്കും, നോർമൽ ടെമ്പറേച്ചറിൽ 2 ദിവസം വരെ ഇരിക്കും. നമുക്ക് ഹെൽത്തി ആൻഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ 1 കപ്പ് സോയയാണ് എടുത്തിട്ടുള്ളത്. കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഇത് എന്റെ വീട്ടിലാണെങ്കിൽ ഒരു 2-3 പേർക്കാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് കഴിക്കാനുള്ള ചമ്മന്തി ഉണ്ടാവും. ആളെണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5-6 ആൾക്ക്. സോയ ചങ്ക്സ് ഇതാ ഞാൻ ഒരു അല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് 2 മിനിറ്റോളം വേവിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം മാക്സിമം കളയുകയും വേണം നമുക്ക് പിഴിഞ്ഞിട്ട്. ഇനി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കേണ്ട. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. വെളുത്തുള്ളി ക്ലീൻ ചെയ്തത് ഒരു 8-10 എണ്ണം. ചെറിയുള്ളി ക്ലീൻ ചെയ്തത് ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ മാത്രം വല്യുള്ളി ചേർത്താൽ മതി കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി ചെറുതായിട്ട് കാരമലൈസ് ആവുന്നവരെ, ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ. ശേഷം ഇതിലേക്ക് ഒരു 15 വറ്റൽമുളക്, ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് 3ഉം ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ മുളകിന്റെ പാകം നോക്കിയാൽ മതി. മുളക് ഒരു നല്ല ബ്രൈറ്റ് റെഡ് കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും റെഡി ആയിക്കോളും. ഇതിപ്പോ ഏകദേശം ആ ഒരു പാകമായിട്ടുണ്ട്. ചുമന്ന മുളക് നന്നായിട്ട് ബ്രൈറ്റ് റെഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം, വേറെ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് ഞാൻ ഒരല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓൾറെഡി കുറച്ച് അതിൽ ബാക്കി ഉണ്ടാവും. ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തു. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതില് നോൺ സ്റ്റിക് പാത്രത്തിലാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിലായി കിട്ടും. മറ്റേത് പാത്രം എടുത്താലും കുറച്ചൊന്ന് അടുക്കി പിടിക്കും ആദ്യം, പിന്നീട് അത് ശരിയായിക്കോളും. ഇങ്ങനെ ചെയ്യുന്നത് ഇതിലെ സോയ ചങ്ക്സിലെ വെള്ളം പൂർണ്ണമായിട്ട് മാറാനും അതൊന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു കിട്ടാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്താലാണ് ടേസ്റ്റ്. വെള്ളത്തിന്റെ അംശം കിടന്നു കഴിഞ്ഞാൽ ചമ്മന്തി പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. ഇതാ നമ്മളിപ്പോൾ ഇതെല്ലാം മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം നമ്മൾ ആദ്യം വഴറ്റിയെടുത്ത ഇൻഗ്രീഡിയൻസും സോയയും, മുരിച്ചെടുത്ത സോയയും ഒരുമിച്ച് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ആദ്യം. ഇതാ ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചതച്ചെടുത്ത കുരുമുളക് 1/2 ടീസ്പൂൺ, പിന്നെ പാകത്തിന് ഉപ്പും. ഇത് 2ഉം കൂടെ ചേർത്ത് ഒരു ചെറിയ തരിതരിപ്പ് പാകത്തിന് ഇതേപോലെ അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി ഇപ്പൊ റെഡിയാണ്. കണ്ടില്ലേ, എക്സ്ട്രാ വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കാതെ തന്നെ ഇത് ഷേപ്പായി ഉരുട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഫീഡ്ബാക്ക് കമന്റിലിട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.